ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ വണ്ടി പഠിക്കാത്തവർക്ക് സിമ്പിളായിട്ട് വണ്ടി പഠിക്കാൻ പറ്റുന്നതാണ്. ഈ സാധനം വണ്ടിമ്മ ഫിറ്റ് ചെയ്താൽ മാത്രം മതി. എൻ്റെ കയ്യിലുള്ള സാധനം ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്തെടുക്കണം, സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട്. എന്നാലാണ് പെട്ടെന്ന് വണ്ടിമ്മക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ടൈറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പാൻഡർ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഞാനിവിടെ ഊരെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് അത് ഫിറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ജസ്റ്റ് ഒന്ന് കയറ്റി കൊടുത്തതിന് ശേഷം മേലേക്ക് പൊന്തിക്കണ ജസ്റ്റ് ഒന്ന് അടിക്ക് തിരിച്ചെടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ ഞാൻ ഏകദേശം കയറ്റി സെറ്റായിട്ടുണ്ട്. വണ്ടിൻ്റെ പിടിക്കണ സ്ഥലത്ത് എക്സ്ട്രാ ഫിറ്റിങ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് എല്ലാതൊന്നും ടൈറ്റ് ഉണ്ടാവില്ല, എക്സ്ട്രാ ഫിറ്റ് ചെയ്തതിന് മാത്രമേ ടൈറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു നെട്ട് വരുന്നുണ്ട്, ആ നെട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് സ്പാൻഡർ വെച്ചതിന് ശേഷം സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് നല്ലോണം ടൈറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഒരു അഡ്ജസ്റ്റ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ അത് വണ്ടി പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് ലൂസാവും. അപ്പോൾ ഒന്ന് സ്പാൻഡറൊക്കെ യൂസ് ചെയ്ത് സെറ്റായി ടൈറ്റ് ചെയ്തെടുക്കണം. അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം കുറച്ച് ലൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ചെയ്താലാണ് അത് വലിയ സ്പീഡിലാണോ ചെറിയ സ്പീഡിലാണോ അറിയാൻ സാധിക്കുള്ളൂ. നെട്ട് ഫിറ്റ് ചെയ്യുമ്പോൾ നല്ല ടൈറ്റ് വരണം, എന്നാലാണ് കറക്റ്റ് നിൽക്കുള്ളൂ. ലൂസായാൽ വണ്ടി സ്പീഡ് കൂടുന്നതാണ്. അപ്പോൾ നല്ല ടൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിന്മേൽ കൈ കൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം, അതിൻ്റെ ആ ഒരു ഒച്ചപ്പാട് വരുമ്പോൾ തന്നെ അതിൻ്റെ ശബ്ദങ്ങൾ തന്നെ മനസ്സിലാവും. ഞാനിവിടെ അഡ്ജസ്റ്റ് ഫുള്ള് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് കറക്റ്റ് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണ് സെറ്റാണോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേനും വല്ല പോകുന്നുള്ളൂ. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇതുപോലെ വണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ വണ്ടി പഠിക്കാത്തവർക്ക് ആണായാലും പെണ്ണായാലും ആർക്കും പഠിച്ചെടുക്കാൻ സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ധൈര്യത്തിൽ വണ്ടി ഓടിക്കാനും പറ്റും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാൽ. അപ്പോൾ ചെറിയ സ്പീഡിൽ തന്നെ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ സിമ്പിളായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കയറ്റത്തേക്കൊന്നും പോകരുത്, കയറ്റൊന്നും കയറില്ല. ഗ്രൗണ്ടിലാണ് ഇത് പഠിക്കാൻ ഏറ്റവും നല്ലത്. ഗ്രൗണ്ടിൽ യൂസ് ചെയ്യുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല. കയറ്റം കയറാൻ പോവുകയാണെങ്കിൽ കയറ്റത്തിൽ നിന്ന് വണ്ടി നിൽക്കും. ചെറിയ സ്പീഡിൽ തന്നെ ആയതുകൊണ്ട് എന്തായാലും കയറ്റത്തിൽ നിന്ന് നിൽക്കും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വണ്ടി പഠിക്കുക. ഇത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യുക, ടൈറ്റ് ചെയ്യുക. അങ്ങനെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തെടുത്താലാണ് ആ ചെറിയ സ്പീഡ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ സ്പീഡ് ഇങ്ങനെ കൂടി കളിക്കും. ടൈറ്റ് ചെയ്തെടുക്കുമ്പോൾ നല്ല ടൈറ്റ് ചെയ്തെടുക്കുക, എന്നാലേ സെറ്റായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലൂസ് വന്നാൽ എന്തായാലും സ്പീഡ് ഇങ്ങനെ കൂടും. ഞാനിവിടെ ഫിറ്റ് ചെയ്തത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തത് ജൂപിറ്ററാണ്. അപ്പോൾ ഇതുപോലെ ഏത് വണ്ടിക്ക് യൂസ് ചെയ്താലും സെറ്റായി കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് കമൻറ്റും കൂടി ചെയ്യുക. എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം ഒന്ന് കമൻറ്റും ചെയ്യാൻ മറക്കല്ല് കേട്ടോ.